കാസർഗോഡ് ഉൾക്കടലിൽ വെച്ച് സ്ട്രോക്ക് വന്ന് തളർന്ന മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് പരാതി ഉയരുന്നു. ശരീരം പാതി തളർന്ന പള്ളിക്കരയിലെ സലോമിന് ചികിത്സാ സഹായം പോലും ലഭിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും അവഗണിക്കുന്നുവെന്ന് സലോമിൻ്റെ കുടുംബം പറയുന്നു. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നിലവിൽ ചികിത്സ നടത്തുന്നത്. 24 ബ്രേക്കിംഗുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, നമുക്ക് ആദ്യം അവിടെ ഒരു പ്രതികരണം കേൾക്കാം, അത് കഴിഞ്ഞ് അരുൺ പാറയ്ക്കലിലേക്ക് പോകാം. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അവന് ഭക്ഷണത്തിന് പൈസയില്ല, അവന് മരത്തിന് പൈസയില്ല. ഫിഷറീസ് ഓഫീസുകാർ ഞങ്ങൾ തിരിഞ്ഞ് എന്തോ നോക്കുന്നില്ല. ഞങ്ങൾ ക്ഷേമനിധി പൈസ അടക്കുന്നു, ഫിഷറീസിൻ്റെ വർഷാടം അടക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. അവന് ഒരാളെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ അവന് മരുന്ന് വേണം. മരുന്നെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അവന് ഇനി പണിയെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ നോക്കുമ്പം ഈ വീട്ടിനൊരു ബാധ്യതയായിട്ടാണ് മാറുന്നതാണ് നമുക്ക് തോന്നുന്നത്. ആ ബാധ്യതയില്ലാതെ ഗവൺമെൻറ് ഞങ്ങൾക്ക് തീരെ സഹായം ചെയ്ത് എന്തുകൊണ്ട് കാരണം കൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്കറിയില്ല. അവർ പറയുന്നത് ഒപ്പിച്ചിട്ട് വേണം. ഇവിടുത്തെ ഈ കാസർഗോഡ് ജില്ലയിൽ നോക്കുമ്പോൾ നല്ലൊരു ആരോഗ്യവകുപ്പ് ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടെത്തിക്കേണ്ടായിരുന്നു. ഞങ്ങളെ പൈസയല്ലേ, ഞങ്ങൾ ഈ കടം പിഷ എടുത്തിട്ടാണ് അവനെ നോക്കിയത്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. SKN, ഇത് ബേക്കൽ പള്ളിക്കര സ്വദേശി സലോമിൻ, 40 വയസ്സുകാരനായ സലോമിൻ്റെ ദുരിത അനുഭവമാണ്. സലോമിൻ്റെ ഭാര്യ സഹോദരി സെൽവറാണിയാണ് ഇപ്പോൾ നമുക്കൊപ്പം പ്രതികരിച്ചത്. ആ 70 കിലോമീറ്റർ അകലെ ഉൾക്കടലിൽ വെച്ച് സലോമിന് സ്ട്രോക്ക് വന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയിലാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് 70 കിലോമീറ്റർ ഉൾക്കടലിൽ നിന്ന് രക്ഷാപ്രവർത്തകർ സലോമിനെയും കൊണ്ട് തിരിച്ചു വരികയായിരുന്നു. അന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തിയ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ വാർത്ത നൽകിയതാണ്. കപ്പൽ ചാലിൽ അവർ രക്ഷാപ്രവർത്തകരുടെ ബോട്ട് കുടുങ്ങിയതും വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ സലോമിനെ ഉദുമയിലെ ആശുപത്രിയിലാണ്, ഒരു ഗവൺമെൻറ് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. പിന്നീട് അവിടെ പറ്റില്ല, കാസർഗോഡ് ജില്ലയിൽ ഒരിടത്തും ചികിത്സ നൽകാൻ പറ്റില്ല, ആളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നൊരു നിർദ്ദേശം കുടുംബത്തിന് ഡോക്ടർമാർ നൽകുന്നു. അങ്ങനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് സലോമിനെ കൊണ്ടുപോയി. ദിവസങ്ങളോളം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ ഉണ്ടായത്. പാവപ്പെട്ട കുടുംബമാണ്, വലിയ പണമൊന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പലരുടെയും സഹായം തേടിയാണ് ആ ചികിത്സ നടത്തിയത്. തുടർന്നിപ്പോൾ സലോമിനെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ചികിത്സാ ധനസഹായമൊന്നും ആരും നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സിച്ച OP ടിക്കറ്റ് അത് കാണിച്ചാൽ മാത്രമാണ് സലോമിന് ധനസഹായം അനുവദിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ ഈ കുടുംബം ചോദിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരിടത്തും ആരോഗ്യ സംവിധാനം കൃത്യമായി നല്ല ആരോഗ്യ സംവിധാനങ്ങളൊന്നും തന്നെയില്ല, നല്ല ആശുപത്രികളില്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ ഇത്തരമൊരു ചികിത്സയ്ക്കായി എത്തിക്കഴിഞ്ഞാൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കാൻ പറയുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഗവൺമെൻറ് ആശുപത്രിയിലെ OP ടിക്കറ്റ് ഞങ്ങൾ കാണിക്കുക എന്ന് കുടുംബം ചോദിക്കുന്നുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡും അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ കൈമലർത്തുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.